അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഖളിയകളെക്കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞ ക്ലാസ്സോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹുജ്ജത്തുകളെക്കുറിച്ചും ഹുജ്ജത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രമാണങ്ങളെക്കുറിച്ചുമാണ്. ഒരു കോടതിക്ക് സമാനമായ പ്രതീതിയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾക്കുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി നമ്മൾ പറയുന്നത് ഹുജ്ജത്തിൻ്റെ 3 ഇനങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ ഇനമായ ഖിയാസിൻ്റെ 2 ഇനങ്ങളെക്കുറിച്ചാണ് രണ്ടാമതായി നമുക്ക് പറയാനുള്ളത്. ആ 2 ഇനങ്ങളിലൊന്നായ ഇഖ്തിറാനിയെ കുറിച്ചാണ് മൂന്നാമതായി നമുക്ക് പറയാനുള്ളത്. എന്തായാലും പാഠഭാഗത്തിലൂടെ വളരെ ലളിതമായി നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ ക്ലാസ് ചില ടേംസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെ പ്രധാനമായി പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ മുഖദ്ദിമതു മബാഹിസിൽ ഹുജ്ജജ്. ഹുജ്ജത്തുകൾ, തെളിവുകൾ, എവിഡൻസസ്, പ്രൂഫ്സ്, ഇവയെക്കുറിച്ചുള്ള ചർച്ചയുടെ ഒരു തുടക്കം മാത്രം. وإذ قد فرغنا من مباحث القضايا والعقوس. അക്സ് മുസ്തവി, അക്സ് നഖീൽ, ഖളിയകൾ തുടങ്ങിയുള്ള ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് അല്ലത്തി കാനത്ത് മിൻ മബാദിഇൽ ഹുജ്ജത്തി, ഹുജ്ജത്തിൻ്റെ തുടക്കം അല്ലേ. ഖളിയ എന്ന് പറഞ്ഞാൽ കേസാണ്, ഹുജ്ജത്ത് പറഞ്ഞാൽ തെളിവാണ്, തെളിവുകൾക്ക് ആദ്യം കേസുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫഹറാബിന, അപ്പോൾ നമുക്ക് ആവശ്യമാണ്, നമുക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു അൻ നതകല്ലമ ഫീ മബാഹിസിൽ ഹുജ്ജ, ഹുജ്ജത്തിൻ്റെ ചർച്ചയിലേക്ക് ഇനി കടക്കണം. കേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ആദ്യമായി നമ്മൾ പറയുന്നു അൽ ഹുജ്ജത്തു അലാ സലാസത്തി അഖ്സാം. 3 തരത്തിലാണ് ഹുജ്ജത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് മന്തിക്കിൽ പെട്ടതാണ് എന്ന അർത്ഥത്തിൽ നമ്മളൊന്ന് പഠിക്കണം. അതിൻ്റെ പുറമെ ഹുജ്ജത്തുകൾ എന്നുള്ളത് തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഹുജ്ജത്ത് എന്നുള്ളത് 3 വിധത്തിലായിരിക്കും. ഒന്ന് ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ ത്രിമാന സിദ്ധാന്തം. ആദ്യം ഒരു ഖളിയ പറയും, പിന്നെ വേറൊരു ഖളിയ പറയും. ഈ 2 ഖളിയയും പാടെ ചേർത്തിട്ട് നമ്മളൊരു നതീജ ഉണ്ടാക്കും. ഈ 3 പാടെ കൂടിയതാണ് ഖിയാസ്. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. 2 ഇസ്തിഖ്റാ. ഇപ്പോൾ അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. ഈ ഖിയാസിനു ശേഷം ഇസ്തിഖ്റാ പരാമർശ വിധേയമാകും. 3 തംസീൽ. ഫൽ നുബയ്യിൻ ഹാദിഹി സലാസ ഫി സലാസത്തി ഫുസൂൽ. അപ്പോൾ ഈ 3 എണ്ണവും നമ്മൾ 3 ഫസിലുകളായി ഇനി ചർച്ച ചെയ്യുകയാണ്. ആദ്യമായി ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതോട് ചേർത്ത് അയച്ച കുറിപ്പിൽ പറഞ്ഞതുപോലെ 2 ഖളിയകളും അത് തമ്മിൽ ചേരുമ്പോൾ രൂപപ്പെടുന്ന നതീജയും ചേർന്ന കൗലിനെയാണ് ഖിയാസ് എന്ന് വിളിക്കുന്നത്. എങ്ങനെ? ആദ്യം 2 ഖളിയ ഉണ്ടാവും, 2 മുഖദ്ദിമകൾ. ആ മുഖദ്ദിമ, എന്നിട്ട് ആ മുഖദ്ദിമ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്നും 2ൽ നിന്നും പാടെ ഉണ്ടാക്കിയ ഒരു നതീജ. ഈ 3 കൂടിയതാണ്. ഒരു 3 സ്റ്റമ്പുകളാണ് ഒരു ഖിയാസ് എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ അതിന് ത്രിമാന സിദ്ധാന്തം എന്ന് പറയും. ഖൗലുൻ മുഅല്ലഫു മിൻ ഖളായ, 2 ഖളിയകൾ കൂടിയ കൗല്. യൽസമു അൻഹ, ആ 2 ഖളിയയിൽ നിന്നുണ്ടാവും കൗലുൻ ആഖർ, മറ്റൊരു കൗല്. ഓക്കെ, അപ്പോൾ ഈ 3 കൗലും പാടെ കൂടിയത്, 3 കാര്യവും പാടെ കൂടിയത്. എപ്പോഴാണ് ഈ 3ാമത്തെ കൗല് ഉണ്ടാവുക? 3ാമത്തെ കൗല് എപ്പോഴാണ് ഉണ്ടാവുക? ബഅദ തസ്ലീമി തിൽക്കൽ ഖളായ. ഈ ആദ്യത്തെ 2 ഖളിയകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റണം. എന്തെങ്കിലും തൊള്ളെ തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യസന്ധമായ 2 ഖളിയകളും ആ ഖളിയയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു നതീജയും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഖിയാസ് 2 വിധമാണ്. ഒന്ന് ഇസ്തിസ്നാഇ, 2 ഇഖ്തിറാനി. ഇസ്തിസ്നാഇ എന്ന് പറഞ്ഞാൽ ഈ നതീജ പിന്നെ വേറെ പറയൊന്നുമില്ല. നതീജ ഈ 2 ഖളിയൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, വേറെ പറയാന്ന് പറഞ്ഞാൽ ഒരു പേരിന് പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ പച്ചക്ക് അതേപോലെ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ആ നതീജ ഈ ഖളിയയിൽ ഏതെങ്കിലും ഒരു ഖളിയയിൽ, 2 ഖളിയയിൽ ഉണ്ടാവുക, ആ 2 ഖളിയയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതിനാണ് ഇസ്തിസ്ന. ഇഖ്തിറാനി എന്ന് പറഞ്ഞാൽ ആ 2 ഖളിയയിൽ അങ്ങനെ സ്വരീഹായിട്ട് നമുക്ക് നതീജ ഒന്നും കിട്ടൂല. പിന്നെ നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് വേണം ആ നതീജ ഉണ്ടാക്കാൻ. ഫഇൻ കാനത്തിൻ നതീജത്തു ഔ നഖീലുഹ, നതീജയോ അല്ലെങ്കിൽ അതിൻ്റെ നഖീലോ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നതീജയോ അല്ലെങ്കിൽ അതിൻ്റെ നഖീലോ, നഖീൽ പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റോ, മദ്കൂറം ഫീഹി ഖളിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുസമ്മ ഇസ്തിസ്നാഇ, അതിൻ്റെ പേര് ഇസ്തിസ്നാഇ എന്നാണ്.
ഉദാഹരണം പറയാം എന്നാലേ മനസ്സിലാവുള്ളത്. ഇപ്പോൾ ഇൻകാന സെയ്ദുൻ ഇൻസാനൻ കാന ഹയവാനൻ. സെയ്ദ് മനുഷ്യനാണെങ്കിൽ അവൻ ജീവിയാണ്. ഇതാണ് ഒരു മുഖദ്ദിമ, ഒരു ഖളിയ. അടുത്ത ഖളിയ ലാക്കിന്നഹു ഇൻസാനുൻ. അതെ, അവൻ മനുഷ്യനാണ്. ഇപ്പം ഇതിൻ്റെ മറുപടി എന്താ? സെയ്ദ് ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ജീവിയാണ്. അതെ, സെയ്ദ് മനുഷ്യനാണ്. ഉറപ്പാണ് എല്ലാവർക്കും. പിന്നെ എന്താ പറയാനുള്ളത്? അപ്പോൾ അവൻ ജീവിയാണ് എന്നുള്ളത്. അവൻ ജീവിയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലേ. ഇൻകാന സെയ്ദുൻ ഇൻസാൻ എന്നുള്ളതിൻ്റെ ബാക്കി കാന ഹയവാനൻ. നതീജയായ വഹു ഹയവാനുൻ എന്നുള്ളത് കാന ഹയവാനൻ എന്നായിട്ട് ഖളിയയിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നതീജ നേരിട്ട് ഖളിയയിൽ വന്നിട്ടുണ്ട്, സ്വരീഹായിട്ട് അതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇസ്തിത്നായി. അല്ലെങ്കിൽ ഇനി നതീജ വേണമെന്നില്ല, നതീജൻ്റെ നക്കീന്ന് വന്നാലും മതി. ഉദാഹരണം വൈൻകാന സെയ്ദുൻ ഹിമാറൻ കാനനായിക്ക. സെയ്ദ് ഒരു കഴുതയാണെങ്കിൽ അവൻ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും, ഒരു കഴുത ശബ്ദം ഉണ്ടാക്കേണ്ടതാണ്. ലാക്കിന്നഹു ലൈസ ബിനാഹിക്കിൻ. ഇല്ല, അവൻ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിനർത്ഥം അവൻ ഹിമാർ അല്ല എന്നാണ് അല്ലേ? ലൈസ ബി ഹിമാരിൻ, അവൻ ഹിമാർ അല്ല. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഖളിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലം തകുനി നതീജതു വനഖീലുഹാ മദ്കൂറൻ യുസമ്മ ഇഖ്തിറാനി. അല്ല, അങ്ങനെ നമ്മൾ പറയുന്ന ഈ മൂന്നാമത്തെ നതീജ, മൂന്നാമത്തെ രണ്ട് ഖളിയകൾക്ക് ശേഷം വരുന്ന നതീജ ഖളിയയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ നഖീൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പേര് ഇഖ്തിറാനിയെ എന്നാണ്. അതിന് നമ്മൾ ഉദാഹരണം പറയാതെ അൽ ആലമു മുത്തഗയ്യിറുൻ, ലോകം എന്നുള്ളത് മാറുന്നതാണ്. കുല്ലു മുത്തഗയ്യിറുൻ ഹാദിസുൻ, എല്ലാ മുത്തഗയ്യിറും മാറുന്ന എല്ലാ സാധനങ്ങളും ഹാദിസുൻ പുതുതായി ഉണ്ടായതാണ് അല്ലേ? ഇപ്പം നമുക്ക് എന്താ പറയാനുള്ളത്? അല്ല ആലമു ഹാദിസുൻ, ലോകം എന്നുള്ളത് അപ്പോൾ പുതുതായി ഉണ്ടായതായിരിക്കും. ഇവിടെ ലോകം പുതുതായി ഉണ്ടായതാണെന്ന് ഖളിയയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞ ഉദാഹരണം സെയ്ദുൻ ഇൻസാനുൻ, സെയ്ദു മനുഷ്യനാണ്. കുല്ലു ഇൻസാനിൻ ഹയവാനുൻ, എല്ലാ മനുഷ്യരും ജീവികളാണ്. അപ്പോൾ അതിൻ്റെ നതീജ സെയ്ദുൻ ഹയവാനുൻ, സെയ്ദ് ഹയവാനാണ്. ഇതിങ്ങനെ സെയ്ദ് ഹയവാനാണ് എന്ന് ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഖളിയയിൽ ഇല്ല അല്ലേ? അപ്പോൾ രണ്ട് ഖളിയകൾക്കിടയിൽ സൂക്ഷ്മമായി പരിശോധന നടത്തി വെട്ടേണ്ടത് വെട്ടി, എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നതീജയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഖിയാസിനെയാണ് ഇഖ്തിറാനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇഖ്തിറാനിയായ ഖിയാസിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ക്ലാസ് എന്ന നിലക്ക് നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ? അതിൽ ചില ടേംസുകൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇഖ്തിറാനി രണ്ട് വിധമാണ്. ഹംലിയ, ഷർത്തിയ. നമ്മൾ കേട്ട പദമാണ്. ഹംലിയ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ്, ഷർത്തിയ എന്ന കണ്ടീഷണൽ ക്ലോസ് അല്ലേ? ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണ്. അത് വെറുതെ ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രം. നമുക്ക് പറയാനുള്ളത് ഹംലിയായ ഇഖ്തിറാനിയായ ഖിയാസിനെ കുറിച്ചാണ്. എങ്ങനെ? ഇഖ്തിറാനിയായ ഹംലിയായ ഷർത്തിയായ ഖിയാസിനെ കുറിച്ച് ഈ കിതാബിൽ നമ്മൾ എന്തായാലും പറയണില്ല. അത് പിന്നെ നീണ്ടു പോകും. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇഖ്തിറാനിയായ ഖിയാസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹംലിയായ ഖളിയായ മാത്രമേ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില ടേംസുകൾ പഠിക്കണം. ടേമുകൾ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? കുറിപ്പിൽ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം വേണം. അൽ ആലമു മുത്തഗയ്യിറുൻ, കുല്ലു മുത്തഗയ്യിരിൻ ഹാദിസുൻ, അൽ ആലമു ഹാദിസുൻ. ലോകം പുതുതായി ഉണ്ടായതാണ് ഒന്നാമത്തെ മുഖദ്ദിമ. കുല്ലു മുത്തഗയ്യിറുൻ ഹാദിസുൻ, ലോകം മാറുന്നതാണ്, മാറുന്നതെല്ലാം പുതുതായി ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അൽ ആലമു ഹാദിസുൻ. ഇതിൽ കറുപ്പ് നിറത്തിലുള്ള ജുംലകളെ ഖളിയകൾ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ രണ്ട് മുഖദ്ദിമകൾ എന്ന് വിളിക്കാം. പിന്നെ ചുവന്ന അക്ഷരമുള്ളതിനെ നതീജ എന്ന് വിളിക്കാം. ഇനി നമ്മൾ ഈ ഉദാഹരണം ബേസ് ചെയ്തിട്ട് ചില ടേംസുകൾ പഠിക്കാം. ഓക്കെ, മൗലൂഉൻ നതീജത്തി, നതീജയുടെ മൗലൂഇനെ, മൗലൂ മഹ്മൂല് വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ടല്ലോ അല്ലെ? ആദ്യം വരുന്നത് മൗലൂ, രണ്ടാമത് വരുന്നത് മഹ്മൂല്. നതീജയുടെ മൗലൂഇനെ, ഖിയാസിലെ നതീജയുടെ മൗലൂഇനെ അസ്ഗർ എന്നാണ് പറയുക. എന്തുകൊണ്ട് അതിനെ അസ്ഗർ എന്ന് വിളിക്കുന്നു എന്നുള്ളൊരു കാരണം കൂടി മുസന്നിഫ് പറയുന്നു. ലികൗനിഹി അഖല്ല അഫ്രാദി ഫിൽ അഗ്ലബ്, കാരണം മൗലൂയിലായിരിക്കും മഹ്മൂലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ മൗലൂവും മഹ്മൂലും വെച്ച് നോക്കുകയാണ്, എന്നിട്ട് അതിൽ എത്ര ഫർദുകളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മൗലൂയിലായിക്കാരം കുറച്ച് കുറവ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുല്ലു ഇൻസാനിൻ ഹയവാൻ അല്ലേ? ഇല്ല, ഇൻസാൻ എന്നുള്ളതാണ് മൗലൂ, ഹയവാൻ എന്നുള്ളത് മഹ്മൂലാണ്. ഇല്ല, ഹയവാനാണോ കൂടുതലുണ്ടാവുക, ഇൻസാനാണോ കൂടുതലുണ്ടാവുക? ഉറപ്പല്ല ഹയവാനാണ്. കാരണം ഹയവാൻ്റെ ഉള്ളിൽപ്പെട്ടതാണ് ഇൻസാന്. ഇൻസാന് 10 ഉണ്ടെങ്കിൽ ഹയവാന് 100 ഉണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ മഹ്മൂലിനേക്കാൾ ഫർദുകൾ കുറഞ്ഞതാണ് മൗലൂ. അതുകൊണ്ട് അതിൻ്റെ പേര് അസ്ഗർ എന്നാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും മഹ്മൂലിൻ്റെ പേരോ മഹ്മൂലുഹു യുസമ്മ അക്ബർ ലികൗനിഹി അക്തർ അഫ്രാദിൻ ഗാലിബ, ഏറ്റവും മൗലൂവിനേക്കാൾ കൂടുതൽ ഫർദുകളുള്ള സാധനം മഹ്മൂലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടും മനസ്സിലായി. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ അൽ ആലമു മുത്തഗയ്യിറുൻ കുല്ലു മുത്തഗയ്യിറുൻ ഹാദിസുൻ എന്നുള്ള രണ്ട് ഖളിയകൾക്ക് ശേഷം വന്ന നതീജയാണ് അൽ ആലമു ഹാദിസുൻ. ഇവിടെ ആലം എന്നുള്ളത് അസ്ഗർ, ഹാദിസ് എന്നുള്ളത് അക്ബർ. ഓക്കെ, വൽ ഖളിയത്തുല്ലത്തി ജുഇലത് ജുസ്അ ഖിയാസിൻ തുസമ്മ മുഖദ്ദിമ. പിന്നെ ഈ ഖിയാസിന്റെ ഭാഗമായിട്ടുള്ള ഖളിയകൾ, ഈ ഖളിയകളെ നമുക്ക് മുഖദ്ദിമ എന്ന് വിളിക്കാം. അപ്പോൾ അൽ ആലമു മുത്തഗയ്യിറുൻ എന്നുള്ള ഒരു മുഖദ്ദിമയാണ്, കുല്ലു മുത്തഗയ്യിറുൻ ഹാദിസുൻ എന്നുള്ളത് മറ്റൊരു മുഖദ്ദിമയാണ്. ഓക്കെ, വൽ മുഖദ്ദിമത്തുല്ലത്തി ഫീഹൽ അസ്ഗറു തുസമ്മ സുഗ്റ. അസ്ഗർ ഏത് മുഖദ്ദിമയിലാണോ ആ മുഖദ്ദിമയെ നമുക്ക് സുഗ്റ എന്ന് വിളിക്കാം. അസ്ഗറിന്റെ മുഅന്നസാണ് സുഗ്റ. മുഖദ്ദിമത്തുൻ സുഗ്റ, മുഖദ്ദിമ മുഅന്നസ് ആയതുകൊണ്ട് അത് സുഗ്റ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അൽ ആലമു ഹാദിസുൻ എന്നാണല്ലോ നമ്മുടെ നതീജ. അപ്പോൾ ആലമ് എന്നുള്ള അസ്ഗർ ഏത് മുഖദ്ദിമയിലാണോ കിടക്കുന്നത്, നോക്കിയും ഏത് മുഖദ്ദിമയിലാണ് കിടക്കുന്നത്, ഒന്നാമത്തെ മുഖദ്ദിമയിലാണ്. അപ്പോൾ അൽ ആലമു മുത്തഗയ്യിറുൻ എന്നുള്ളത് സുഗ്റയാണ്. വല്ലത്തി ഫീഹൽ അക്ബറു, അക്ബർ ഏത് മുഖദ്ദിമയിലാണോ കിടക്കുന്നത് ആ മുഖദ്ദിമയെ നമ്മൾ കുബറ എന്ന് വിളിക്കും. ഹാദിസാണ് ഇവിടുത്തെ അക്ബർ. ഹാദിസ് എവിടെയാണ് കിടക്കുന്നത്? കുല്ലു മുത്തഗയ്യിറുൻ ഹാദിസുൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മുഖദ്ദിമയിലാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മുഖദ്ദിമയാണ് കുബറ. വൽ ജുസ്ഉല്ലദി തകററ ബൈനഹുമ, ഇതിൻ്റെ ഇടയിൽ ആവർത്തിക്കുന്ന ഒരു ജുസ് അപ്പോൾ ഉണ്ടാവും അല്ലേ, മുത്തഗയ്യിർ. ഇവിടെ മുത്തഗയ്യിറാണ്. ആ മുത്തഗയ്യിറിനെ നമ്മൾ എന്ത് വിളിക്കും? ഹദ് ഔസത്ത് എന്ന് വിളിക്കും, മധ്യവർത്തി, ഹദ് ഔസത്ത്. ഓക്കെ, വഖ്തിറാനു സുഗ്റ ബിൽ വുസ്ത യുസമ്മ ഖരീനതൻ വളർബ. ഓക്കെ, സുഗ്റ വുസ്തയുമായി അല്ലെങ്കിൽ ഔസത്തുമായി ചേരുമ്പോഴുണ്ടാകുന്ന ഖളിയയിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ദർബ് എന്ന് വിളിക്കും. അതിപ്പോൾ പറയണ്ട, നമുക്ക് ഇനി വിശദമായിട്ട് ഇതിൻ്റെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഷക്കിലുകൾ എന്ന് പറഞ്ഞിട്ട് മന്തിക്കിൽ ഏറ്റവും പ്രധാനമാണ് ഷക്കിലുകൾ. ആ ഷക്കിലുകൾ പറയുമ്പോൾ ഏതൊക്കെയാണ് ദർബ്, ഏതൊക്കെയാണ് ഷക്കില് ഒക്കെ നമുക്ക് മനസ്സിലാവും. വൽ ഹൈഅത്തുൽ ഹാസിലതു മിൻ കൈഫിയത്തി വളഇൽ ഔസതി ഇൻദൽ അസ്ഗരി വൽ അക്ബരി തുസമ്മ ഷക്കില. ഇപ്പം നമുക്ക് അസ്ഗർ ഏതാ പഠിഞ്ഞു, അക്ബർ ഏതാ പഠിഞ്ഞു, ഔസത്ത് ഏതാണെന്ന് പറഞ്ഞു. അസ്ഗർ ആലമ്, അക്ബർ ഹാദിസ്, ഔസത്ത് മുത്തഗയ്യിർ. ഈ ഔസത്ത് അസ്ഗറുമായി ചേരുമ്പോൾ, ഔസത്ത് അക്ബറുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റൈലിനെയാണ്, വ്യത്യാസത്തെ മാറുന്ന ഒരു രൂപപ്പെടുന്ന ഒരു ഹൈഅത്തിനെയാണ്, സ്റ്റൈലിനെയാണ് നമ്മൾ ഷക്കിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷക്കിൽ അങ്ങനെ പറയാം. അപ്പോൾ എന്താ വെച്ചാൽ 4 ഷക്കിലുകളുണ്ട്, രൂപം 4 ഷക്കിലുകളുണ്ട്. ഈ 4 രൂപത്തിലാണ് ഖിയാസ് വരിക. ഓക്കെ, 4 ഏതെങ്കിലും ഒരു രൂപത്തിലാണ് ഖിയാസ് വരിക. അപ്പോൾ ഏതാണ് ആ ഷക്കിലുകൾ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. വൽ അഷ്കാലു അർബഅത്തുൻ, ഷക്കിലുകൾ 4 വജ്ഹുൽ ലബ്തി, അതെന്തുകൊണ്ട് 4 ഒതുങ്ങി എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങാം. കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഈ വാക്കുകൾ മനസ്സിലാണ്. അതുകൊണ്ടാണ് മുസന്നിഫ് ആദ്യമേ ഓരോ ടേമുകൾ പറഞ്ഞ് തന്നത്. ഇനി ടേം ബേസ് ചെയ്തിട്ടാണ് പറയാം. ഔസത്ത് അതാണെങ്കിൽ ഇത്, അക്ബർ അതാണെങ്കിൽ ഇത് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിക്കണം. ഇതൊരു ചോദ്യമായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറയുകയാണ്, ഇതൊരു ചോദ്യത്തിന് സാധ്യതയുള്ളതാണ്. അൽ അഷ്കാലു അർബഅത്തുൻ മാ വജ്ഹുൽ ലബ്ത്. ഷക്കിലുകൾ 4 എന്താണ് അത് 4 ഒതുങ്ങിയത്? അതിൻ്റെ ഉത്തരമാണ് അൽ ഹദ്ദുൽ ഔസത്ത് മുതൽ പിന്നെ അങ്ങോട്ട് കാത്തിബ് വരെ നമുക്ക് ഉത്തരമായിട്ട് എഴുതാനുള്ളത്. ഓക്കെ, 1 2 3 4 5, 5ഉം 4ഉം 9 വരികളിലായിട്ട് അതിൻ്റെ ഉത്തരമാണ് എഴുതാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഷക്കിലുകൾ 4 ഒതുങ്ങി? അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.